കാലത്ത് തന്നെ വിളക്കൊക്കെ വെച്ചിട്ട് ദേ പ്രേക്ഷേട്ടനൊക്കെ പോയിട്ടാ. അപ്പം ഞാൻ എണീറ്റിട്ട് പുറത്തൊക്കെ ഒന്ന് വന്ന് നോക്കും. ആദ്യം തന്നെ ഫ്രണ്ട് ഡോറ് തുറന്നിട്ട് പുറം ഭാഗമൊക്കെ ഇങ്ങനെ വന്ന് നോക്കും. അപ്പോൾ ദേ വെയിലൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നേരത്തോടു കൂടി ഇന്ന് വെയിൽ വന്നിട്ടുണ്ട്. ഒരു ഭാഗം ദേ ഇങ്ങനെ ഒരു മഞ്ഞ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ എണീറ്റ് തന്നെ ഞാൻ അവിടെ വന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ദേ ഈ കോലത്തിലാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത്. ദേ പിന്നെ ദേ അടുക്കളയിൽ കയറേണ്ട കേസ്. അങ്ങനെ അടുക്കളയിലേക്കൊക്കെ ദേ കയറി ആ വെള്ളയപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ദേ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കൊട്ടയിൽ നിന്ന് എടുത്ത് കൊണ്ടുവയ്ക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ദേ അതൊക്കെ ദേ കൊണ്ട് സ്റ്റോർ റൂമിലൊക്കെ കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൊട്ടയിലേക്ക് ഇന്ന് അടുത്ത ലോഡ് അതിൽ കയറ്റണ്ടേ, അതിലത്തെ ഒക്കെ എടുത്ത് സ്റ്റോർ റൂമിലേക്ക് വെച്ചാലല്ല അതിലിന് കയറ്റാൻ പറ്റില്ല. അങ്ങനെ പിള്ളേഴ്സൊക്കെ ഉറങ്ങുകയാണ് കേട്ടോ. അമ്മ ദേ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഞാൻ പുറത്ത് വന്നിട്ട് തേങ്ങ പൊളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് വന്ന് നോക്കുക ഒരു എന്താ ഈ അവസ്ഥ എന്ന് വെച്ചിട്ട്. അപ്പോൾ അടിച്ചു വരാറൊക്കെ ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ പ്ലാവിൻ്റെ ഇലയും ഇതൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തേങ്ങ പൊളിക്കണം. അപ്പോൾ അതിനായിട്ടാണ് വന്നത്. തേങ്ങ പൊളിക്കാൻ സുഖം ഇപ്പോൾ, കാരണം തെങ്ങേറിയ തേങ്ങയായ കാരണം നല്ല ഫ്രഷ് തേങ്ങ, അത് പൊളിക്കാൻ നല്ല സുഖം. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ ഭാഗമൊക്കെ ചെന്ന് നോക്കുക കേട്ടോ. മുളകൊക്കെ എന്തായി, ഒരു മുളക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ചതും ഒക്കെ കൊണ്ടിട്ട് ഞാൻ ഇതേ വന്നു. ഇതേ നമ്മുടെ ചമ്മന്തിയിലേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളയപ്പം ചമ്മന്തിയാണ് ഇട്ടെന്ന്, പൊട്ടുകടല ചമ്മന്തിയാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ദേ അരച്ച് സെറ്റാക്കി ഈ ഒരു പരുവത്തിലൊക്കെ ആക്കി. അങ്ങനെ ദേ അത് കാച്ച് അതിലേക്ക് വറവിടാനുള്ള പരിപാടി കേട്ടോ. അതിൽ വറ്റൽമുളക് എടുക്കുന്നില്ല, കടുക് മാത്രം ഇട്ടിട്ട് നോക്കിയപ്പോൾ അതിൽ ഉപ്പിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഉപ്പൊക്കെ ഇട്ടു, കടുക് വറുത്ത് ഇതാക്കാനുള്ള പരിപാടി. അതിൽ വറ്റൽമുളക് ഇട്ടാലേ കുട്ടികൾക്ക് എരിവ് കൂടും, അല്ലെങ്കിൽ കുറച്ച് എരിവ് കൂടുതലുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ ഞാൻ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് കടുക് ഇടണം കേട്ടോ. ഈ ചമ്മന്തി അമ്മലിന് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ വെള്ളയപ്പം ദേ സെറ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒന്നും കൂടി അത് ആവാനുള്ള പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പം ഇത് നോക്കി പെട്ടെന്നൊരു മഴ, ഒരു കുറേ ഇടയ്ക്കിടയ്ക്ക് പെയ്യണില്ലല്ലോ ഇപ്പോൾ, വല്ലപ്പോഴും ഒരു മഴയുള്ളൂ. അപ്പോൾ മഴയൊക്കെ ഇങ്ങനെ നിന്നുടങ്ങണ സമയമായാലും അപ്പം ഞാൻ പുറത്തൊക്കെ വന്നിട്ട് മഴേനൊക്കെ ഒന്ന് നിന്ന് നോക്കി. അങ്ങനെ പിള്ളേർക്ക് ഇന്ന് സ്കൂളിലേക്ക് ചോറ് സ്കൂളിൽ നിന്നാണ് കഴിക്കണമെന്ന് അന്ന് ആ പിള്ളേഴ്സ് പറഞ്ഞത്. അപ്പോൾ ഞാൻ 2 പേർക്ക് മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് രണ്ട് മുട്ട എടുത്ത് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് പകുതി ആയിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ ദേ ആദ്യക്കുട്ടനൊക്കെ റെഡിയായി സെറ്റായി സ്കൂളിൽ പോകാനുള്ള പരിപാടിയിൽ വെള്ളയപ്പും ചട്നിയും കഴിക്കട്ടെ. അപ്പോൾ ഓരോ കോപ്രാട്ടങ്ങൾ കാണിക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോകാനുള്ള പരിപാടിയാണ്. അന്ന് അമൽമോൺ ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ നേരെ ഇഞ്ചക്ഷന് മുല്ലശ്ശേരി ഹെൽത്തിലേക്ക് പോകണം. അങ്ങനെ ഇതേ മണിയേട്ടൻ്റെ ഓട്ടോറിക്ഷയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മണിയേട്ടൻ കറക്റ്റ് സമയത്തിന് വന്നു ഗൈസ്. പക്ഷേ ഞങ്ങൾ കറക്റ്റ് സമയത്തിന് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് മണിയേട്ടൻ്റെ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ പോവാണ് കേട്ടോ. മുല്ലശ്ശേരി ഹെൽത്തിലേക്ക് വേണം പോകേണ്ടത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെറുഗുരുവായൂർ പോയി തൊഴുത് അവിടെ നിന്ന് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ ദേ അവിടെയൊക്കെ പാർക്ക് ചെയ്യാം കേട്ടോ. അവിടെ പാർക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ അഷ്ടമിരോഹിണിയൊക്കെ കഴിഞ്ഞതിൻ്റെ വൃത്തിയാക്കലും പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ നട അടച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നട തുറന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ആ നേരം കൊണ്ട് ആദ്യമം കാണിക്കണതാണ്. അങ്ങനെ ദേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ അവിടെ നിന്നും പാഞ്ഞ് മുല്ലശ്ശേരി ഹെൽത്തിലേക്കുള്ള പോക്കാണ് കേട്ടോ. നേരെ അവിടെ എത്തണം. എന്നിട്ട് വേണം, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീട്ടിലെത്തിയിട്ട് കുറച്ചധികം പരിപാടികളുണ്ട്. അപ്പോൾ ദേ ഹെൽത്തിലൊക്കെ ഹെൽത്തിലെത്തി കഴിഞ്ഞ് എന്തായാലും എത്ര നേരത്തെ വന്നാലും കുറച്ച് സമയം എടുക്കൂട്ടാ. അങ്ങനെ ദേ ഒ പി ടിക്കറ്റൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുക. അവൻ്റെ 3ാമത്തെ കോഴ്സ് ഇഞ്ചക്ഷൻ, അതിന് ഒരു കോഴ്സും കൂടി ഉള്ളു ഇഞ്ചക്ഷൻ കേട്ടോ. അങ്ങനെ അതിനൊക്കെ ആയിട്ട് ഞങ്ങളിതിങ്ങനെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ദേ ടോക്കനൊക്കെ കിട്ടി കാണിക്കലൊക്കെ കഴിയുമ്പോഴേക്കും അമലിന് വിശന്നു ഗൈസ്. അപ്പോൾ പുറത്തൊരു ചെറിയൊരു ബേക്കറി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവന് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് ഒരു ബോക്സ് കണ്ടപ്പോൾ ആദ്യക്കുട്ടനെ വാങ്ങിച്ചു. ആദ്യക്കുട്ടൻ്റെ ബോക്സ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചു. അമൽമോൻ്റെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാൾ സദ്യ വേണം, വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് അമ്മയ്ക്കും കൂടിയിട്ട് ഒരു കട്ടക്ക് 2 ആൾ നിന്നിട്ട് വേണം ഇത് നമ്മുടെ പെരുന്നാൾ സദ്യ ഒരുക്കാൻ. കാരണം ടൈമൊക്കെ വൈകി, 12 മണി ആ ടൈമൊക്കെ ആയി. അപ്പോൾ പിന്നെ വേഗം പോയിട്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ സദ്യയിലേക്കുള്ള കുറച്ച് അവിയൽ കഷ്ണവും സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഓട്ടോ ഒക്കെ വിളിച്ച് വേഗതേ വീട്ടിലൊക്കെ എത്തി ഗൈസ്. വീട്ടിലെത്തി ഇനി എനിക്ക് ഇരിക്കാൻ നേരമില്ല ഗൈസ്, വേഗം നടക്കണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മ പരിപ്പം മൂടി ഞാൻ വേവിച്ചിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ കഷ്ണങ്ങളൊക്കെ ദേ സെറ്റാക്കി വെച്ചിട്ട് ഞാനിന്നെ അതേ ഓരോ അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ ആദ്യം ഓരോന്ന് ആകെ ക്ഷീണിച്ച് കോലം കെട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. കാരണം വെയിലൊക്കെ കൊണ്ടുണ്ടായിരുന്നു അവിടെ നടന്ന് വരുമ്പോൾ. അങ്ങനെ ആദ്യം ഒരു തേങ്ങയും കൂടി വേണ്ടായിരുന്നു എല്ലാ കറികൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ സാമ്പാർ, അവിയൽ, പൈനാപ്പിൾ പുളിശ്ശേരി, പയറും മത്തങ്ങയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അങ്ങനെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ദേ വെള്ളമൊഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മുളകും പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, അതങ്ങനെ ഇട്ടിട്ട് ഇത് ഇളക്കി ഇങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം വെളുത്തുള്ളിയൊക്കെ നന്നാക്കണം കേട്ടോ. അപ്പോൾ ദേ അതൊക്കെ ഇങ്ങനെ
തിളച്ച് വന്നപ്പോഴത്തേക്കും എന്താ തേങ്ങയും ചുവന്നുള്ളി 3 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അതിങ്ങനെ ആയപ്പോൾ അരച്ച് നമ്മുടെ സാമ്പാറിലേക്ക് കഷ്ണങ്ങളൊക്കെ വന്നപ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു വിട്ടാം. എന്നിട്ട് ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ വറവിടുക, അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ സാമ്പാർ പൊടി ഇടണം കേട്ടോ ഗൈസ്. കാരണം നമ്മൾ കുറച്ച് മുളകും പൊടി മല്ലിപ്പൊടി ഇടില്ല, സാമ്പാർ പൊടി ഒരു 3 സ്പൂൺ ആണെങ്കിൽ 3 സ്പൂൺ ഇടാം കേട്ടോ. 3 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് നമ്മളിങ്ങനെ സെറ്റാക്കി വരും. സാമ്പാർ ഉണ്ടാക്കാൻ നല്ല സുഖം കേട്ടോ. ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതിലേക്ക് ലാസ്റ്റ് സ്റ്റെപ്പായ മല്ലിപ്പൊടി ഇടണം, മല്ലിപ്പൊടി അല്ല ഗൈസ്, മല്ലിയില ഇടണം കേട്ടോ. അങ്ങനെ അവിയലിനൊക്കെ ആക്കി വെച്ചു. മുളകും പൊടി ഇല്ല, മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു. അങ്ങനെ അതിൻ്റെ അരപ്പൊക്കെ സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ തൈര് ഉണ്ടായിരുന്നില്ല, അപ്പോൾ തൈര് എനിക്ക് അമലിനെ പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇഞ്ചിമ്പുളിക്കുള്ള പുളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, പൈനാപ്പിൾ പുളിശ്ശേരിക്കുള്ള പൈനാപ്പിൾ സെറ്റാക്കി, പയറും മത്തങ്ങയിലേക്കുള്ള മത്തങ്ങയും പയറും. അങ്ങനെ പയർ വേവിക്കാൻ വേണ്ടി വെച്ചു. അതിലേക്കുള്ള അരപ്പൊക്കെ ശരിയാക്കി. അങ്ങനെ രസം കയറ്റി. അങ്ങനെ എല്ലാതും പെട്ടെന്ന് ആക്കണം കേട്ടോ ഗൈസ്. കാരണം ഞങ്ങൾ വന്നതേ നേരമില്ല. അതിൻ്റെ ഇടയിൽ ഗ്യാസ് കഴിഞ്ഞു ഗൈസ്. നമ്മളെന്തെങ്കിലും ഒരു ദിവസം നമുക്ക് നേരില്ലാണ്ട് ധൃതി പിടിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഈ ഗ്യാസ് തീരുക. അല്ലെങ്കിൽ ആലോചിക്കുക, ഇന്ന് 12 മണിക്കൊക്കെ ആവാറായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ചമ്മന്നിട്ട് വന്ന് അരിഞ്ഞ് ഇതൊക്കെ കൂടി വയ്ക്കണം, നേരത്തെ ഗ്യാസ് കഴിഞ്ഞു. അപ്പം ശരി അമലുട്ടാ വേഗം വാടാന്നും പറഞ്ഞിട്ട് ഞാൻ ഗ്യാസ് വെക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഗ്യാസ് വെക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവാറില്ല. ഇപ്പോൾ റബ്ബറിന് എന്തോ മിസ്റ്റേക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് റബ്ബർ എടുത്ത് മാറ്റി വെച്ചിട്ടൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ പക്ഷേ ഇപ്രാവശ്യം പെട്ടെന്ന് ശരിയായി. ഞാൻ വച്ചോണ്ട് ശരിയായി, ദൈവമുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ഇതൊക്കെ എൻ്റെ മോളിക്കൊക്കെ വെച്ച്, അല്ലെങ്കിൽ പ്രേക്ഷകരിലപ്പോൾ കഴിയണമെങ്കിൽ സുഖമല്ലേ, എനിക്ക് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രേക്ഷകരിലപ്പോൾ കഴിഞ്ഞില്ല. എന്നാൽ അതും ഈ നേരില്ലാത്ത നേരത്തെ തന്നെയാണ് ഇത് കഴിഞ്ഞു. അങ്ങനെ ഇത്രയധികം കറികൾ ഒരുക്കണം കേട്ടോ. അങ്ങനെ ഗ്യാസൊക്കെ വെച്ച് അവൻ്റെ കയ്യുമ്മ എന്തോ ഇത് പറ്റിയെന്ന് പറഞ്ഞിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇല മുറിക്കാൻ വന്നതാട്ടെ. ഇല മുറിക്കാൻ വന്നപ്പോൾ വാഴയില ഒന്നും എന്നോട് സഹകരിക്കുന്നില്ല ഗൈസ്, ഒക്കെ ആകാശത്താ കണ്ട. ഇതെങ്ങനെ ഞാൻ എത്തും? ഞാൻ കുറേ നേരം താഴെ നിന്നിട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ അവിയലും രസവും ഇഞ്ചിപ്പുളി നല്ല എളുപ്പാട്ടാ. പുളി ഇങ്ങനെ പിഴിഞ്ഞിങ്ങനെ ഈ കൺസിസ്റ്റൻസിയിൽ വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ഇടുക. പിന്നെ കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേപ്പില ഇട്ടിട്ട് മൊത്തത്തിൽ മല്ലിപ്പൊടി കുറച്ച് ആശം ഇത്ര ആശം തുള്ള് ഒരു അര ടീസ്പൂൺ വേണ്ട, അതിൻ്റെ പകുതി വെച്ചിട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കുക. അങ്ങനെ ഞാൻ അമലിട്ടനെ വിളിച്ചു കൊടുത്താൽ ഇല മുറിക്കാനുള്ള പരിപാടി കേട്ടോ. അങ്ങനെ ഇത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിമ്പുളി വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ തിളച്ചു. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടാ. നേരത്തെ അമ്മയ്ക്കൊരു കോൾ വന്നിട്ട് അമ്മ സംസാരിക്കുക. അങ്ങനെ ഞാൻ ഒരുവിധമൊക്കെ ഇങ്ങനെ ആയി വരുമ്പോഴേക്കും ഒരുവിധം ഞാൻ സെറ്റാക്കും. അങ്ങനെ ഇഞ്ചിമ്പുളിയൊക്കെ സെറ്റായി. ഇനി പയറും മത്തങ്ങയാണ്. അപ്പോൾ പയറും മത്തങ്ങയിലേക്ക് പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി മത്തങ്ങയും ചെറിയൊരു കഷ്ണം മത്തങ്ങയും പിന്നെന്താ കായും കൂടിയിട്ടാണ് വെക്കണം. പയറും മത്തങ്ങയും നമ്മൾ പിറന്നാളിൻ്റെ ഒന്ന് വെക്കണം എന്നുള്ളത് മസ്റ്റാണല്ലോ. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പിറന്നാളിൻ്റെ സദ്യയിലെന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പയറും മത്തങ്ങയും കൂടിയുള്ള ഒരു എലിശ്ശേരി ഉണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാ പിറന്നാളിനും വെക്കണം എന്നാണ് എല്ലാവരും പറയണത്. അതുകൊണ്ട് നമ്മളും വെക്കണം. അങ്ങനെ അതിലേക്കൊക്കെ ആയിട്ട് അമ്മ മുളകും പൊടി ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് അതൊക്കെ സെറ്റാക്കി ഗ്യാസും അത് കയറ്റുള്ള വരെ ഒരു വിസിലടിച്ച് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അരപ്പ് ഒഴിക്കാം കേട്ടോ. തേങ്ങയും ജീരകവും കൂട്ടിയിട്ട് അരച്ചത് അതിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ ഒരു പെരി പോലെ ഇങ്ങനെ സെറ്റാക്കും. അതെല്ലാ പിറന്നാളിനും സെറ്റാക്കാറുണ്ട്. അമ്മ മദ്രാസിൽ നിന്ന് അടിച്ചൊരു ഐറ്റം കേട്ടോ. അങ്ങനെ പൈനാപ്പിൾ പുളിശ്ശേരിക്ക് പൈനാപ്പിളും മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് നമ്മൾ ഗ്യാസുമ്മയ്ക്ക് വെക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് അരപ്പ് വെച്ച് അതും കഴിഞ്ഞു. അങ്ങനെ ഇതൊക്കെ ഞാൻ ഇപ്പുറത്തേക്ക് വെക്കേണ്ടത് നമ്മുടെ ഉരുളൻകിഴങ്ങ് ഉപ്പേരി പോലെ ഞാൻ പറഞ്ഞില്ലേ, അതിലേക്ക് പെരിഞ്ചീരകവും പച്ചമുളകും മുളകും പൊടി ഇട്ടിട്ട് നമ്മളിങ്ങനെ മൊരിയിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇടാം. ഉപ്പിടണം കേട്ടോ ഗൈസ്, എല്ലാത്തിലും ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ ഗൈസ്. അങ്ങനെ എല്ലാതും ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ആ ഉരുളൻകിഴങ്ങ് നമ്മളിങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് ഈ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ ചെറിയ സ്ലിമ്മായിട്ട് ഗ്യാസ് വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ അപ്പുറത്തെ ഗ്യാസും ഇതൊക്കെ ആവുന്നുണ്ടേ. പയറും മത്തങ്ങയുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ തേങ്ങയും ജീരകം കൂടി അരച്ചത് അതിലേക്ക് ഒഴിച്ചു. ഇത് കടുക് വറക്കുക, അത്ര ഉള്ളോട്ടോ പരിപാടി. പയറും മത്തങ്ങയും കായും 3 കൂടി എന്നിട്ട് എല്ലാ ഐറ്റംസ് ആയതിലേക്ക് ഒരുമിച്ച് കടുക് വറക്കുന്നുണ്ട് ഗൈസ്. അതാണ് വെളിച്ചെണ്ണ ഇത്ര കൂടുതൽ ഇട്ടാ. അങ്ങനെ വെളിച്ചെണ്ണ ഇതൊക്കെ ഒന്ന് സാമ്പാറിലേക്കും പിന്നെന്താ ഇഞ്ചും പുളിയിലേക്കും പിന്നെന്തായിരുന്നു രസത്തിലേക്കും ഇതിൽ കാണുമ്പോഴാണ് ഗൈസ് ഓർമ്മ വരുന്നത്. അങ്ങനെ പയറും മത്തങ്ങയിൽ
മത്തങ്ങയിലേക്കും പിന്നെ എന്തിനു പറഞ്ഞത്തിനും കൂടി ഉണ്ടല്ലോ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിക്കും വേണം. ബാക്കിയുള്ളവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. അവിയലൊക്കെ നമ്മൾ പച്ച വെളിച്ചെണ്ണ വെച്ച് സെറ്റാക്കി വെച്ചിട്ടില്ല. ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിയൽ മാറ്റി വെച്ചില്ല കേട്ടോ, തൈര് ഒഴിക്കാത്തത്. അങ്ങനെ കുറച്ച് പപ്പടം വറക്കാണ്ടായിരുന്നു. ലാസ്റ്റായിട്ട് നമ്മൾ പപ്പടം വറുത്തു ഗൈസ്. ഈ ടൈം ആകുമ്പോഴേക്കും കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞങ്ങളിതേ ആശുപത്രിയിലൊക്കെ പോയാലും ഞങ്ങൾ സദ്യയൊക്കെ സെറ്റാക്കി, ഇലയൊക്കെ സെറ്റാക്കിയിട്ടാ ഗൈസ്. അങ്ങനെ ഞങ്ങളിതേ ഡൈനിങ് ഹാളിലേക്ക് എല്ലാം വച്ച് ഞങ്ങൾ 3 ആളുള്ളൂ. ഞാനും അമ്മയും അമലും. പ്രേഷേട്ടനൊന്നുമില്ല, പ്രേഷേട്ടന് ഓട്ടമുണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ പ്രേഷേട്ടൻ ഓട്ടത്തിന് വിളിക്കുക, ഞാൻ അമലൊട്ടിന് ചോറ് വിളമ്പി കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ചൂടുള്ള ചോറും പിന്നെന്താ 5 പുളിയും ഉപ്പേരി എന്നല്ല അതിനെന്തോ ഒരു പേര് പറയും, അതും പിന്നെന്താ മത്തങ്ങെളിശ്ശേരിയും എല്ലാ അവിയലും തൈരും അച്ചാറും എല്ലാ രസവും സൈഡിൽ രസവും ആക്കി, അതായത് സാമ്പാറും ഒക്കെ ആക്കിയിട്ട് ഞാൻ എൻ്റെ പൊന്നും മോന് പെരുന്നാൾ സദ്യ കൊടുക്കാട്ടെ ഗൈസ്. ഉണ്ണിയോളൊന്നും ഇല്ലാത്ത കാരണം അതിനൊരു സുഖമില്ല, എന്നാലും ഉണ്ണിയോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ. ഓലം വെച്ചിട്ടില്ല കേട്ടോ ഗൈസ്. ഒരാൾക്ക് ഓലനാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും ചെറുത് വന്നു കഴിഞ്ഞാൽ ഓലം ചോദിക്കും. അങ്ങനെ ഞാൻ എൻ്റെ മോന് ഒരു ഉരുള അമ്മ തരാടാ പൊന്നുഷേന്ന് പറഞ്ഞിട്ട് കൊടുക്കട്ടെ. എൻ്റെ ആദ്യത്തെ കൺമണി ഉണ്ട് ഗൈസ്. അപ്പോൾ അമലുട്ടിൻ്റെ മാമൂക്ക് വാരി കൊടുത്ത എത്ര അവൻ കഴിക്കുന്നില്ല, അവന് ഞാൻ വാരി കൊടുത്ത ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ഞങ്ങള് നെസ്റ്റോർ പോവാട്ടോ, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടാളും മാത്രം പോവാൻ നിന്നപ്പോ കൊറേ എണ്ണ ഞങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഫുൾ സ്ലീവ് ഒന്നും വേണ്ട, ഹാഫ് സ്ലീവ് മതി. എന്തിനാ ഫുൾ സ്ലീവ്? ഹാഫ് സ്ലീവ് മതി, ഫുൾ സ്ലീവ് തന്നെ. അങ്ങനെ ചെറിയൊരു തർക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നെസ്റ്റോയിൽ എത്തിയിട്ട ഗൈസ്. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, കുറച്ച് ലിക്വിഡ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ വന്നിട്ടില്ല. പിള്ളേരൊക്കെ ഒരുങ്ങിയപ്പോൾ പിന്നെ അമ്മേനെ വിളിച്ചു. അമ്മ എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മ പറഞ്ഞു ഇല്ല, എനിക്ക് വയ്യ, ഇന്നലെ ഗുരുവായൂരൊക്കെ പോയിട്ട് തീരെ വയ്യ, നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ആകുമ്പോൾ നിങ്ങൾ അങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ അങ്ങനെ നടക്കണ്ടേ, വയ്യ എന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് മുഖ്യമാണ് ഗൈസ്. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? ഫുഡ് കഴിക്കാൻ. നമ്മളെന്തിനാ പൈസ ഉണ്ടാക്കുന്നത്? ഫുഡ് കഴിക്കാൻ അല്ലേ? അത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിനൊക്കെ തന്നെയല്ലേ. അപ്പോൾ കയറി ചെല്ലുമ്പോഴേക്കും നമ്മൾ മറ്റേ സ്വീറ്റ് കോണൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞാൻ ചെന്ന് കയറുമ്പോഴേക്കും ആദ്യം ഉണ്ടാവുക സോപ്പിൻ്റെ ലിക്വിഡ്. അപ്പോൾ വേറൊരു ലിക്വിഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ നോക്കി. പക്ഷേ ഞാൻ എപ്പോഴും എടുക്കണ ലിക്വിഡ് തന്നെയായിട്ട് ലാസ്റ്റ് അത് പോയി തന്നെ എടുക്കാം. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മുടെ വിമ്മിൻ്റെ ലിക്വിഡ് എടുത്തു. അമ്മയ്ക്കും ഒരെണ്ണം എടുത്തു, ഒരു സെറ്റ് അമ്മയ്ക്കും എടുത്തു. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയുടെ കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഇതിപ്പോൾ ഇത് ഉന്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പിടിംവലിയാണ് കേട്ടോ ഗൈസ്. അങ്ങോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും. പിന്നെ ഇൻഡോമിയുടെ എപ്പോൾ പോയാലും ഈ ഒരു നൂഡിൽസ് എടുക്കൂട്ടാ, ഇത് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേഴ്സിന്. അപ്പോൾ അത് എടുത്തു. എനിക്ക് നൂഡിൽസിനോട് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ ഗൈസ്, എന്താണെന്നറിയില്ല. നൂഡിൽസ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ കുഴിമന്തിയുടെ റൈസൊക്കെ നോക്കി, അത് വാങ്ങിച്ചു. പിന്നെ ഇത് ഈ ഹാർപ്പിക്കിൻ്റെ ഈ ഐറ്റത്തിന് ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങിച്ച്. പിന്നെ അമലിട്ടന് ഇടയ്ക്ക് ഒരു ഡയറ്റ് ഉണ്ട് ഗൈസ്. ചിലപ്പോൾ ഒരു ദിവസം നീളും, ചിലപ്പോൾ പകുതി ദിവസമായിട്ട് മാറും. അത് അത്ര അങ്ങനത്തെ ഒരു ഡയറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ മറ്റേ ഇളനാടിൻ്റെ ഗ്രീക്ക് യോഗേട്ടൊക്കെ എടുക്കണം കേട്ടോ. അവൻ മറ്റേ വേറൊരു യോഗേട്ട് എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും കഴിച്ചിട്ട് കാര്യമില്ല, സ്വീറ്റാണ്. അപ്പോൾ ഗ്രീക്ക് യോഗേട്ട് എടുത്തോന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്തിട്ട് വരണ്ട. അങ്ങനെ അവൻ പറഞ്ഞത് ഈ ഐറ്റം എടുക്കണമെന്ന് പറഞ്ഞിട്ടാ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഐറ്റം എടുത്താൽ നീ തടി കൂടുമല്ലോ, കുറയില്ലായിരുന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ പപ്പായോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടയിൽ വെച്ചിട്ട് പപ്പായ തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ആരാധ്യ അത് നോക്കുക കേട്ടോ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു പ്രാവശ്യമൊക്കെ വാങ്ങിച്ചിട്ട് ഇവരൊന്നും കഴിക്കാണ്ട് കളഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം വാങ്ങിച്ചു, എന്നിട്ട് കഴിക്കുകയാണെങ്കിൽ മാത്രം പിന്നെ വരുമ്പോൾ വാങ്ങിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് മാത്രം വാങ്ങിച്ചിട്ട്, കാരണം കഴിക്കാണ്ട് ഇവർ കളയായിരുന്നു അന്നൊക്കെ ചെയ്തതേ. അങ്ങനെ അവിടെ തന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അവിടെ അപ്പുറത്ത് തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ പ്രേക്ഷകർ ഈ ഭാഗം വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഇങ്ങനെ ഒരു വായടയ്ക്കാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് ഗൾഫിലുണ്ടായിരുന്നതാണ്, ഇത് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നതാണ്, ഇത് നല്ല ടേസ്റ്റാണ്, അതുപോലെ മദ്രാസിലുണ്ടായിരുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭാഗം വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ എല്ലാ സാധനങ്ങളൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തരും കേട്ടോ. പ്രേക്ഷകന് ഇങ്ങനെ ഒരു സാധനങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇപ്പോൾ ഒരു നല്ലത് സിനിമ പ്രേക്ഷകൻ കണ്ടു എന്ന് വിചാരിക്കും, ഒറ്റയ്ക്കൊക്കെ കണ്ടെങ്കിൽ അത് നമ്മളെയും കൂടി കാണിക്കണം, അങ്ങനെ ഒരു ക്യാരക്ടർ പ്രേക്ഷകന്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ചായക്കട തട്ടുകട റെസ്റ്റോറൻറ്റ് ഉള്ളിലത്തെ തട്ടുകടയിലേക്കൊക്കെ എത്തി. തട്ടുകടയിൽ ഫുഡ് ചായ നെസ്റ്റോലെ ചായ സൂപ്പറാന്ന് ശാരി പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇത്ര നാൾ ഞങ്ങൾ ചായ ഒന്നും കുടിക്കില്ല, ഞാൻ ചായക്ക് അത്ര അഡിക്റ്റഡ് അല്ല, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആരാധ്യമോള് മുട്ട ബജ്ജി, ഞാൻ മലബാർ സ്നാക്സ് ഒന്ന് കിളിക്കൂടും ആ ഐറ്റവും, പിന്നെ പ്രേക്ഷയായിട്ട് ബ്രെഡിൻ്റെ ഒരു ഐറ്റവും ഒക്കെ വാങ്ങിച്ചു കിട്ടാം. നല്ല മധുരമാണ് കേട്ടോ അവിടുത്തെ ചായ. മധുരം കുറച്ച് കുറവ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് വേണം കേട്ടോ ഗൈസ് ചായ അവിടെ നിന്ന് കുടിക്കണമെങ്കിൽ കുടിക്കാൻ.
നല്ല സൂപ്പർ ചായ, ഒരു പ്രത്യേക തരം ചായയിലെന്ന് തോന്നുന്നു, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ. അപ്പോൾ അതൊക്കെ കഴിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതേ അമ്മലിൻ്റെ ഡയറ്റിൻ്റെ ബാക്കി പത്രമായിട്ട് ഇതേ അവൻ മറ്റേ എന്താ കുക്കുംബറൊക്കെ എടുക്കാൻ പോയിട്ടാ. ഇനി ഞാൻ ഡയറ്റാണെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഗൈസ്. പക്ഷേ ഈ ഇവിടെ എടുക്കുമ്പോൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ കേട്ടോ, പിന്നെ ഡയറ്റൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ ഗൈസ്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് തന്നെ മിക്സ് ചെയ്ത് സാലഡ് എടുക്കാം. നമ്മൾക്ക് തന്നെ പലതരം സാലഡ് മിക്സ് ചെയ്തിട്ട് 1 കിലോ 110 അപ്പോൾ 1 കിലോന് 1/2 കിലോനൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല. ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ള കാരണം ഞങ്ങൾക്ക് വിശക്കണില്ല. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ചായ ഐറ്റംസൊക്കെ കഴിച്ച കാരണം പിള്ളേഴ്സിനൊന്നും ഫുഡ് കഴിക്കാനായിട്ട് കയറാനുള്ള ഒരു ഇതില്ല. അപ്പോൾ പിന്നെ പ്ലാനില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ സാലഡ് ഒക്കെ കഴിക്കാം. അത്ര വിശക്കണില്ല, നല്ല ഫുഡ് കഴിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തീരെ വിശക്കണില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നിൽക്കട്ടെ. അപ്പോഴും ആരാധ്യമോൾ ഓരോന്നും പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഗൈസ്. 17 അവളുടെ മുഖം ഇങ്ങനെ വെച്ചിട്ട് പോയിരുന്നത്. അങ്ങനെ അമലുട്ടനുണ്ട് ബില്ലിടുന്നുണ്ട് ആശാൻ. അപ്പോൾ അമലുട്ടൻ ബില്ലിടുന്നതിൻ്റെ സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരാധ്യമോൾ ആ നേരം കൊണ്ട് അവരൊന്നും ഇല്ലാത്ത നേരം കൊണ്ട് പറയാണ് അവൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞില്ല പിന്നെ ആ കബക്കെട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കട്ടെ. അങ്ങനെ ഈ നജറ്റ്സിൻ്റെ ഈ പാക്കറ്റ് ഉണ്ട് നോക്കിയത്, മറ്റെന്താ ചിക്കൻ നജറ്റ്സ് ഇല്ലേ. അപ്പോൾ ചെറിയ പാക്കറ്റ് നോക്കി, വലിയ പാക്കറ്റാണെങ്കിൽ അത് മുഴുവൻ ഇരുന്ന് കുട്ടികൾ കഴിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലുത് വാങ്ങിച്ചില്ല. കാരണം പിന്നെ 2-3 ദിവസത്തേക്ക് അതെന്നും ആവും, അത് നല്ലതല്ലല്ലോ നജറ്റ്സ് ഒന്നും അത്ര. അങ്ങനെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് കബക്കെട്ടൊന്നും കുഴപ്പമില്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ലണ്ടൻ ഡയറിയ ഇങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പിടിച്ച് ഇതിൻ്റെയൊക്കെ കവർ കൊണ്ടു കൊടുക്കേണ്ട വരും കേട്ടോ ഗൈസ്. അതിന് മുമ്പേ പിള്ളേഴ്സൊക്കെ കഴിച്ച് കഴിയും. അങ്ങനെ ഇതേ അമൽമോദേ എല്ലാം ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് ബില്ലിയുള്ള പരിപാടി കേട്ടോ. അങ്ങനെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാനുള്ള പരിപാടിയാണ്. അങ്ങനെ വീട്ടിലേക്ക് പോരണതിൻ്റെ ഉള്ളിൽ അമ്മൽമോനൊരു ജേഴ്സി എടുക്കണം ഗൈസ്. ജേഴ്സി എടുക്കാൻ നടന്നു തുടങ്ങിയിട്ട് 3-4 ദിവസമല്ല, ഒരാഴ്ചയിൽ മേലെയായി. നിങ്ങൾ മുമ്പത്തെ വ്ളോഗ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. ജേഴ്സി എടുക്കാൻ പോയിട്ട് കടയിലില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പോരലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വേഗം പോയിട്ട് വേണം ജേഴ്സി എടുക്കാൻ. അങ്ങനെ അമ്മൽ അപ്പുറത്തെ ഭാഗത്തോടെ എത്തി. ഞങ്ങൾ എത്രയൊക്കെ മുമ്പ് എത്തി ഗൈസ്. ഞങ്ങൾ സ്റ്റെപ്പ് വഴി ഫ്രണ്ടിൽ കൂടിയാണ് വരുന്നിട്ടാ. അങ്ങനെ പിള്ളേഴ്സൊക്കെ നടന്നെത്തി. ഞങ്ങളിതേ കാറിലൊക്കെ കയറി ഞങ്ങൾ പോരാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ജേഴ്സി എടുത്തിട്ട് വേണ്ട വീട്ടിലേക്ക് പോകാൻ, കാരണം മൂപ്പരാൾ എന്തായാലും ജേഴ്സി വേണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ എന്തായാലും പോകണം. അപ്പോൾ മുണ്ടൂർ ഭാഗത്തുനിന്ന് ആ ജേഴ്സി എടുക്കുക, കൈപ്പറമ്പ് ആ ഭാഗത്തൊരു കട ഉണ്ട്. അവിടെ നിന്നാണ് ബ്രഹേട്ടൻ ഇങ്ങനെ സ്പോർട്സിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങിക്കുക. അപ്പോൾ ബ്രഹേട്ടൻ അങ്ങനെ പുറമെന്ന് സാധാ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇഷ്ടമല്ല, അവിടെ നല്ലത് ബ്രാൻഡഡ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സാലഡൊക്കെ ഞങ്ങൾ എടുത്ത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി തുറന്നു കേട്ടോ ഗൈസ്. സൂപ്പർ സാലഡായിരുന്നു കേട്ടോ, മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് തന്നെ പറയാം. കാരണം നെക്സ്റ്റ് പോലത്തെ ബാക്കി ചിക്കൻ്റെ ഐറ്റംസ് ഒന്നും ഞാൻ ഒരിക്കലും വാങ്ങിക്കാൻ നിങ്ങളോട് പറയില്ല, കാരണം എനിക്കത് അത്ര വലിയ താല്പര്യമില്ല. അവിടുത്തെ ബാക്കി ബിരിയാണി ഐറ്റംസ് അങ്ങനത്തെ ഒന്നും. പക്ഷേ ഈ മിക്സ് ഓൺ സാലഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിച്ചിട്ടുണ്ട്, നമുക്ക് തന്നെ സാലഡ് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. അത് സൂപ്പറാണ് കേട്ടോ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അമൽമോൻ ഡയറ്റാണെന്നും പറഞ്ഞിട്ട് മധുരമുള്ള മറ്റേ യോഗേട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഫ്ലേവേഡ്. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. വേഗം എത്തിയിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് എത്താൻ, പിറ്റേ ദിവസം സ്കൂളിലല്ലേ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ആ ഷോപ്പിലേക്കൊക്കെ എത്തി. ഈ അമൽമോനൊക്കെ കയറി. ഞാൻ അമൽമോൻ്റെ ഫോൺ കൊടുത്ത് വെച്ചിട്ട് നീ വീഡിയോ എടുത്തോട്ടാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ആരാധ്യമോളയിലും. അവരത് മെനക്കിട്ട് ആ ഷോപ്പിനെ അവർ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അത്രയ്ക്ക് വീഡിയോസ് അവരെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ട ഗൈസ്. പക്ഷേ നല്ലൊരു ഷോപ്പാട്ടോ. നിങ്ങൾക്ക് സ്പോർട്സിനൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഈ ഷോപ്പിലേക്ക് പോയാൽ മതി. നല്ല ഷോപ്പാണ്. നമുക്ക് എന്തും ഫുട്ബോളായാലും എല്ലാം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കിട്ടും കേട്ടോ. അപ്പോൾ ജേഴ്സി ആയാലും ശരി, ജേഴ്സി കൈയുള്ളതും അങ്ങനെയൊക്കെ ഉണ്ട്. അമൽ ഫുൾ കൈ ഉള്ളത് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട, ഹാഫ് ബോണ്ടി ഫുള്ള് മുമ്പ് എടുത്തിട്ടേ അവന് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഹാഫ് ഫുള്ള് തന്നെയാണ് എടുത്തത്. അതിനാണ് ഞങ്ങൾ മുമ്പ് കാറിലിരുന്ന് ചെറിയൊരു തർക്കമുണ്ടായിരുന്നത്. അങ്ങനെ കണ്ടോ ഗൈസ്, നല്ല സൂപ്പറായിട്ട് അവർ ആ കട അത്ര വലിയ കടയൊന്നുമല്ല, പക്ഷെ ആ ഉള്ള സ്ഥലത്ത് അവർ നല്ല സൂപ്പറായിട്ട് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമായി എനിക്ക്. അപ്പോൾ മക്കൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെരുപ്പൊക്കെ അവർ പുറത്ത് ഊരിടാൻ പറഞ്ഞു, കാരണം പുല്ല് പോലത്തെ ആ ഷീറ്റുള്ള ഗൈസ് അല്ല ഫുള്ളല്ല കേട്ടോ, ഹാഫ് എന്നെ എടുത്തത് എൻ്റെ മോൻ. അങ്ങനെ ഇതാണ് എടുത്തത്. അതൊക്കെ എടുത്തത് പറപ്പൂർ പള്ളി വഴിയാണിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്നു. അപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരു അത്രയധികം നേരമായിട്ടില്ല കേട്ടോ. അമൃതേട്ടൻ്റെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വിളിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അതും കാറിലേക്കൊക്കെ വെച്ച് ഞങ്ങൾ എണ്ണയും ചന്ദനത്തിരി അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലൊക്കെ എത്തി ഗൈസ്. അപ്പം അമ്മയൊക്കെ അവിടെ കുറച്ച് ഉറങ്ങല്ല, അവിടെ സോഫയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ വന്നിട്ട് ആദ്യമേ ഇട്ട് നോക്കുക കേട്ടോ. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഗൈസ്. സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് വീഡിയോ കണ്ടോളൂ കേട്ടോ.
അങ്ങനെ ഞങ്ങളിതേ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ മുറിച്ച് നോക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം പിള്ളേഴ്സൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച് ഗൈസ്. സൂപ്പറായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. മുമ്പ് കഴിക്കണ പോലുള്ള ഒരു ഫീലേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.